ജൂൺ 13 തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക സിനിമയായ ടർബോ ഓരോ രാജ്യത്തിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. GCCയിൽ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ഈ ഒരു ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത്. അതർ കൺട്രീസിലെല്ലാം മറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഏൽപ്പിക്കുകയാണ്. മാൾട്ടയിൽ ഇൻഡീസർ എന്റർടൈൻമെന്റ് ആണ് ഈ ഒരു ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത്. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ഇത് ഒഫീഷ്യലായിട്ട് തന്നെ അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ കാനഡയിൽ വിതരണത്തിന് എത്തിക്കുന്നത് ടു കേരള എന്റർടൈൻമെന്റ് ആണ്. അതുപോലെ USA ഇന്ത്യൻ മൂവീസ് ആണ് അവിടെ വിതരണത്തിന് എത്തിക്കുന്നത്. അങ്ങനെ എല്ലാ രാജ്യത്തും ആദ്യ ദിവസം തന്നെ റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണ്. ടർബോ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. കേരളത്തിൽ വേഫെയറർ ഫിലിംസ് ആണ് വിതരണത്തിന് എത്തിക്കുന്നത്. ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് പാൻ ഇന്ത്യൻ മൂവിയാണോ, അതർ ലാംഗ്വേജിൽ ഒരേ സമയത്ത് റിലീസ് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ. അതിന്റെ യാതൊരുവിധ അപ്ഡേറ്റും ഇതുവരെയും വന്നിട്ടില്ല. ടർബോ എന്ന ചിത്രത്തിന് നിലവിൽ മികച്ചൊരു ഹൈപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ ടീസറും ട്രെയിലറും ഇന്റർവ്യൂസും അതുപോലെ പ്രസ് മീറ്റും കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ചിത്രത്തിന്റെ ഹൈപ്പ് വേറെ ലെവലിലേക്ക് കയറും. ഈ ഒരു ഹൈപ്പിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ മലയാള സിനിമ കാണാൻ പോകുന്നത് വലിയ രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസ് ഹണ്ട് തന്നെയായിരിക്കും. നിലവിൽ മെഗാസ്റ്റാറിന്റെ ഒരു ഹൈപ്പുള്ള എന്റർടൈൻമെന്റ് മൂവി തിയേറ്ററിൽ എത്തിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ. ടർബോ എന്തായാലും വേറെ ലെവൽ ഹിറ്റ് ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആരൊക്കെ ടർബോക്ക് വേണ്ടി കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ.